മന്ത്രി വി എൻ വാസവൻ ഇപ്പോൾ ഉണ്ട്. അദ്ദേഹം കേരളത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ചലച്ചിത്രൻ ഇന്ദ്രൻസ് ഉണ്ട്. അദ്ദേഹത്തുമായി രാവിലെ തന്നെ പ്രഭാതത്തിൽ തന്നെ ചില സംഭാഷണങ്ങൾ നടത്തിയ ശേഷമാണ് മന്ത്രി വി എൻ വാസവൻ നമുക്കൊപ്പം ചേരുന്നത്. ഇന്ന് നഗരത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിലൂടെയാണ് ഈ നവകേരള സദസ്സ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സാംസ്കാരിക വ്യക്തിത്വങ്ങളുടെ വലിയൊരു നിര തന്നെ ഇവിടെയുണ്ട്. എങ്ങനെയാണ് ഇന്നത്തെ പ്രഭാത യോഗത്തെ കാണുന്നത്, മൊത്തത്തിൽ നവകേരള സദസ്സിനെ കാണുന്നത്? ഇന്ന് നവകേരള സദസ്സിൻ്റെ ക്ലൈമാക്സ് ആണ്. മഞ്ചേശ്വരം മുതൽ തിരുവനന്തപുരം വരെ എത്തി ഇത് സമാപിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ലോക ചരിത്രത്തിൽ തന്നെ ഒരു പുതിയ അധ്യായം എഴുതി ചേർക്കുകയാണ്. ഒരു ചരിത്ര സംഭവമായി മാറുന്നു. കേരളം പല പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും എന്നും പുതുമ നൽകിക്കൊണ്ട് പുത്തൻ ആശയപ്രപഞ്ചം തീർക്കുന്ന സംസ്ഥാനമാണ്. കൃത്യം പരിപാടികളും അത് ഈ പ്രാവശ്യം ലോക ചരിത്രത്തിൽ തന്നെ പുതിയ അധ്യായം എഴുതി ചേർത്തുകൊണ്ട് നവകേരള സദസ്സ് ഏറെ ആവേശകരമായി അഭിമാനകരമായി ആബാലവൃദ്ധ ജനങ്ങൾ അണപൊട്ടി ഒഴുകുന്ന അന്തരീക്ഷത്തിൽ ഒരുപക്ഷെ സമാനതകളില്ലാത്ത ജനസഞ്ചയം ഓടിക്കൂടിയ ഒരു സംഭവം എന്ന രൂപത്തിലേക്ക് മാറുമ്പോൾ ഇത് ചരിത്രയേടുകളിൽ സ്വർണ്ണലിപികളാൽ ആലേഖനം ചെയ്യുന്ന സംഭവമായി മാറിത്തീരുക, സംശയം വേണ്ട.